കസേരയിൽ ചാരിയിരുന്ന് കണ്ണടച്ചുകൊണ്ട് അഫ്സൽ തൻ്റെ കല്യാണ ദിവസം ഓർത്തെടുത്തു. അഫ്സലിൻ്റെ ഉറ്റ ചങ്ങാതിയായ ഫായിസിൻ്റെ പെങ്ങളും ഫസിയുടെ ഇത്താത്തയുമായിട്ടാണ് കല്യാണം ഉറപ്പിച്ചിരുന്നത്. അവളുടെ പേരാണ് ഫസീല. അവൾക്ക് ഈ കല്യാണത്തിനോട് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അവളൊപ്പം വർക്ക് ചെയ്യുന്ന ഷനൂബുമായിട്ട് അവൾ അടുപ്പത്തിലായിരുന്നു. കല്യാണ തലേന്ന് ഷനൂബുമായി അവൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. എല്ലാവരും ഒരുപാട് നേരം തിരഞ്ഞു. പക്ഷേ അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെയാണ് ഫായിസ് അറിയുന്നത് അവൾക്ക് ഇങ്ങനെ ഒരു അടുപ്പമുള്ളത്. അവൾ പോയ വാർത്തയറിഞ്ഞ് വല്ലിപ്പ കല്യാണപ്പന്തലിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പറഞ്ഞു, കളപ്പുരക്കൽ ഫൈസലിന് മകളായിട്ട് ഒരാൾ മാത്രമല്ല ഉള്ളത്. നാളെ പറഞ്ഞ സമയത്ത് അഫ്സലിൻ്റെ നിക്കാഹ് ഞങ്ങൾ നടത്തും. അന്ന് രാത്രി അഫ്സലിൻ്റെ വീട്ടുകാരെ ഫായിസും വല്ലിപ്പയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഫർസാന ആയിട്ടുള്ള നിക്കാഹ് ഉറപ്പിച്ചു. അഫ്സലിൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഇതിനോട് സമ്മതമായിരുന്നു. ഇതിൽ കൂടുതലും എതിർപ്പ് പ്രവർത്തിച്ചിരുന്നത് ഫർസാനയുടെ രണ്ടാനമ്മയായ ഫരീദയും അഫ്സലിൻ്റെ വലിയ പെങ്ങളുമാണ്. അവൾ ഇത് എതിർക്കാൻ കാരണം ഫസീലയും അമീനയും ഉറ്റ സുഹൃത്തുക്കളാണ്. ഫസീല അമീനയോട് എപ്പോഴും ഫർസാനയുടെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കും. ഫസിയുടെ ഉമ്മ അവരുടെ ഉപ്പാനെ വശീകരിച്ചു കല്യാണം കഴിച്ചതാണ് എന്നും അതുപോലെ അവൾ ഉണ്ടായപ്പോൾ അവളുടെ ഉമ്മയും മരിച്ചു. ഞങ്ങളുടെ വീട്ടിലേക്ക് അവളെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ ഉപ്പയും പോയി എന്ന് ഫസീല അമീനയോട് പറഞ്ഞിരുന്നു. ആണുങ്ങളെ വശീകരിക്കാനുള്ള കഴിവ് അവളുടെ ഉമ്മാൻ്റെ അതേ സ്വഭാവമാണ് അവൾക്കും എന്നൊക്കെ പറഞ്ഞ് അമീനയുടെ മനസ്സിൽ ഫർസാനയോട് ദേഷ്യം നിറപ്പിച്ചിരുന്നു. അവൾ അവരുടെ വീട്ടിൽ വന്നാൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം അമീനയെ അലട്ടിക്കൊണ്ടിരുന്നു. വല്ലിപ്പാൻ്റെ വാക്കുകൾ കേട്ട് തരിച്ചിരുന്ന ആ കല്യാണപ്പന്തൽ നാട്ടുകാരുടെ മുന്നിൽ കുടുംബത്തിൻ്റെ മാനം കാക്കാൻ ഫർസാനയുടെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ അഫ്സലിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ശൂന്യതയായിരുന്നു. ഫർസാനയാകട്ടെ തൻ്റെ ഇത്താത്തയുടെ സ്ഥാനത്തേക്ക് വരേണ്ടി വന്നതിൻ്റെ കുറ്റബോധത്തിലും സങ്കടത്തിലുമായിരുന്നു. അഫ്സലിൻ്റെ ചെറിയ അനിയത്തി അർഷിദാക്ക് ഈ കല്യാണം സന്തോഷം നൽകിയെങ്കിലും അമീനയുടെ മുഖത്ത് കടുത്ത ദേഷ്യവും വെറുപ്പുമായിരുന്നു. ഫസിയുടെ ഉമ്മ ഫരീദയുടെ വാക്കുകൾ അഫ്സലിൻ്റെ കാതുകളിൽ മുഴങ്ങി. ഇവളൊരു ഭാഗ്യം കെട്ടവളാ, ഉമ്മാനെ കൊന്ന് ഭൂമിയിൽ വന്ന അസത്ത്. ഈ വീട്ടിലേക്ക് എപ്പോൾ വന്നോ അപ്പോൾ വാപ്പാനെയും കൊന്ന് ഇവിടുത്തെ സമാധാനം കളഞ്ഞു. ഇപ്പോൾ ഇതാ എൻ്റെ മകളുടെ ജീവിതവും ഇവൾ എടുത്തിരിക്കുന്നു. ആ വാക്കുകൾ കേട്ട് തല താഴ്ത്തി കരഞ്ഞ ഫർസാനയെ അഫ്സൽ ഇന്നും ഓർക്കുന്നു. ഫായിസ് മാത്രമാണ് അന്ന് ഫർസാനയെ ചേർത്തു പിടിച്ചത്. ആ വീട്ടിൽ ഫായിസും വല്ലിപ്പയും മാത്രമാണ് ഫസിയെ സ്നേഹിച്ചിരുന്നത്. ഫായിസിൻ്റെ ജീവനായിരുന്നു ഫർസാന. ഉപ്പ രണ്ടാമത് വിവാഹം കഴിച്ചതും അതിലൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന വിവരവും മുൻപ് തന്നെ ഫായിസിനോട് ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഫായിസ് കുറേ എതിർത്തു. പെട്ടെന്ന് ആ സ്ത്രീ മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ ഫായിസിൻ്റെ മനസ്സിൽ മുഴുവനും ആ കുഞ്ഞായിരുന്നു. അന്നു രാത്രി ഉപ്പ ആ കൈക്കുഞ്ഞുമായി തങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഫായിസിന് വല്ലാത്തൊരു വേദനയായിരുന്നു. ഉമ്മ ഫരീദ ആ കുഞ്ഞിനെ കണ്ടപാടെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അതൊന്നും കേൾക്കാതെ ഉപ്പ കുഞ്ഞിനു വേണ്ട സാധനങ്ങൾ വാങ്ങാൻ ടൗണിലേക്ക് പോയപ്പോഴായിരുന്നു അവരുടെ ആക്സിഡൻറ്റ്, അതോടുകൂടിയിട്ടുള്ള മരണവും. അന്ന് തകർന്നു പോയത് ഫായിസിൻ്റെ മനസ്സായിരുന്നു. എല്ലാവരും ഫസീനെ കുറ്റപ്പെടുത്തുമ്പോൾ അവിടെ അവൾക്ക് താങ്ങായി ഫായിസ് വരും. ഒരു സഹോദരൻ എന്നതിലുപരി ഒരു ഉപ്പയുടെയും ഒരു ഉമ്മയുടെയും സ്നേഹവും പരിഗണനയും ഫായിസ് ഫർസാനയ്ക്ക് നൽകുമായിരുന്നു. അഫ്സലിന് ഫർസാനയെ ജീവനാണെങ്കിലും അവൾക്ക് തന്നോട് ഇഷ്ടമില്ലേ എന്ന തെറ്റിദ്ധാരണയിലാണ് അവന്. അഫ്സൽ കട്ടിലിൻ്റെ മുകളിലും ഫർസാന താഴെ പായ വിരിച്ചുമാണ് കിടക്കുന്നത്. പെട്ടെന്നാണ് അഫ്സൽ ഓർമ്മകളിൽ നിന്ന് ഉണർന്നത്. ക്ലാസ്സിൽ വെച്ച് കുട്ടികളുടെ മുന്നിൽ ഫർസാനയെ വഴക്കു പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത് അവൻ്റെ നെഞ്ചിനെ പൊള്ളിച്ചു. സ്റ്റാഫ് റൂമിൽ നിന്ന് അഫ്സൽ വേഗം പുറത്തേക്കിറങ്ങി. കോളേജ് ഗ്രൗണ്ടിൻ്റെ ഒരു വശത്തുള്ള വലിയ വാഗമരച്ചുവട്ടിൽ ആരും കാണാതെ മാറി നിന്ന് കരയുകയായിരുന്നു ഫർസാന. ചുവന്ന വാഗപ്പൂക്കൾ അവൾക്ക് ചുറ്റും വീണു കിടന്നിരുന്നു. അഫ്സൽ മെല്ലെ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അവൻ്റെ കാൽപെരുമാറ്റം കേട്ട് ഫർസാന കണ്ണുകൾ തുടച്ച് തിരിഞ്ഞു നടക്കാൻ നോക്കി. ഫസി, അഫ്സലിൻ്റെ ശബ്ദത്തിൽ എപ്പോഴുമില്ലാത്തൊരു ആർദ്രത ഉണ്ടായിരുന്നു. അവൾ മെല്ലെ നിന്നു. രാവിലെ ക്ലാസ്സിൽ വെച്ച് കുട്ടികളുടെ മുന്നിൽ നിന്നെ വിഷമിപ്പിച്ചതിന് ഐ ആം റിയലി സോറി. ഫസി ഒന്നും മിണ്ടാതെ നിലത്തേക്ക് നോക്കി നിന്നു. അവളുടെ മിഴികളിൽ നിന്നും വീണ്ടും കണ്ണുനീർ തുള്ളികൾ പൊഴിഞ്ഞു വീണു.
ആദ്യമായാണ് അഫ്സൽ തന്നെ ഫസി എന്ന് വിളിക്കുന്നത്. ആ വിളിയിലും സോറി പറച്ചിലിലും ഫർസാനയുടെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം അലിഞ്ഞ് ഇല്ലാതായി. ഗൗരവക്കാരനായ, അധികം സംസാരിക്കാത്ത തൻ്റെ ഭർത്താവ് വന്ന് ക്ഷമ ചോദിച്ചപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു മഞ്ഞുതുള്ളി വീണ സുഖം തോന്നി. ഉള്ളിലെ പ്രണയം അഫ്സൽ തുറന്നു പറഞ്ഞില്ലെങ്കിലും അവൻ്റെ കണ്ണുകളിലെ തിളക്കം ഫർസാനയ്ക്ക് വല്ലാത്തൊരു ആശ്വാസം നൽകി. മൗനത്തിന് വിരാമം ഇട്ടുകൊണ്ട് ഫർസാന ആദ്യമായി അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. വാഗമരച്ചുവട്ടിൽ ആ പ്രണയ നിമിഷം ഒരു പുതിയ തുടക്കമാവുകയായിരുന്നു. കോളേജ് വിട്ട് ഫസിയും അർഷിയും ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴെല്ലാം ഫസിയുടെ മുഖത്ത് ഒരു പ്രത്യേക തിളക്കവും ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരിയും ഉണ്ടായിരുന്നു. രാവിലെ കണ്ട സങ്കടമുഖമല്ല ഇപ്പോൾ ഫർസാനയ്ക്ക്. അർഷി ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ ഫർസാനയുടെ തോളിൽ തട്ടി ചോദിച്ചു, "ഡീ ഫസി, ഇതെന്തപ്പോ കഥ? രാവിലെ ക്ലാസ്സിൽ വെച്ച് ആഫിക്ക് നല്ലോണം ചീത്ത പറഞ്ഞിട്ട് കരഞ്ഞു തളർന്നിരുന്ന ആളാണ്. ഇപ്പം ദാ ചിരിച്ചോണ്ട് നടക്കുന്നു. പെണ്ണെ, നിനക്ക് വട്ടായോ? നിന്റെ മുഖത്തൊരു വശപ്പിശക് കാണുന്നുണ്ടല്ലോ. എന്താ കാര്യം?" ഫസി മുഖം തിരിച്ചു. എന്നിട്ട് അർഷിയുടെ കയ്യിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു, "നീ ഒന്ന് പോയ അർഷി. വീട്ടിലെത്തിയിട്ട് ഞാൻ എല്ലാം പറഞ്ഞുതരാം. ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട." അവളുടെ ആ മറുപടി കേട്ടപ്പോൾ അർഷിക്കും വല്ലാത്ത സന്തോഷം തോന്നി. അവളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവർ രണ്ടുപേരും വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഉമ്മയും ഉപ്പയും ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. സാധാരണയായി കോളേജ് വിട്ടു വന്നാൽ ഫർസാന നേരെ മുറിയിലേക്ക് പോവുകയാണ് പതിവ്. എന്നാൽ ഇന്ന് അവൾ നേരെ ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തേക്കാണ് ചെന്നത്. അവളുടെ മുഖത്തെ ആ സന്തോഷവും ഉന്മേഷവും കണ്ടപ്പോൾ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും കാര്യം മനസ്സിലായില്ലെങ്കിലും വല്ലാത്തൊരു സമാധാനം തോന്നി. "ഇന്ന് കോളേജിൽ എന്തെങ്കിലും പുതിയ വിശേഷമുണ്ടായോ? മോളുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ," ഉപ്പ ചോദിച്ചു. അതിനുള്ള മറുപടി അർഷിയാണ് പറഞ്ഞത്. "ഇന്ന് ഇക്കാൻ്റെ കയ്യിന്ന് നല്ലോണം ചീത്ത കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കരച്ചിലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടു മുഖത്തിന് വലിയ തിളക്കം. എന്തോ ഈ പെണ്ണിൻ്റെ വെളിവൊക്കെ പോയോന്നാവോ." ഫസി ഉമ്മയെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. കല്യാണം കഴിഞ്ഞ് 1 മാസമായിട്ടും ഫർസാന ഇത്രയും മനസ്സ് തുറന്ന് ചിരിക്കുന്നത് അവർ ആദ്യമായിട്ടാണ് കാണുന്നത്. "പ്രത്യേകിച്ച് ഒന്നുമില്ല ഉപ്പ. ഇന്ന് ക്ലാസ്സിലൊക്കെ നല്ല രസമായിരുന്നു," ഉപ്പയോട് ഫർസാന പറഞ്ഞു. "അത് മതി മോളെ. നീ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം," ഉമ്മ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ ഫസി മുകളിലേക്ക് കയറിപ്പോയി. അർഷി ഓടിച്ചെന്ന് ഫർസാനയുടെ മുറിയുടെ വാതിൽ അകത്തുനിന്ന് പൂട്ടി. എന്നിട്ട് കട്ടിലിൽ വന്നിരുന്ന് ഫർസാനയുടെ കൈകളിൽ പിടിച്ചു വലിച്ചു. "ഇനി പറ ഫർസി, എനിക്ക് ആകാംക്ഷ അടക്കാൻ വയ്യ. കോളേജ് വിട്ടപ്പോഴേ നിന്റെ മുഖം ഒരു 50 വാട്ടിൻ്റെ ബൾബ് കത്തിയതുപോലെ തിളങ്ങുന്നുണ്ട്. അവിടെ വാഗമരച്ചുവട്ടിൽ വെച്ച് അഫിക്ക നിന്നോട് എന്താ പറഞ്ഞത്?" അർഷി കണ്ണുകൾ വിടർത്തി ചോദിച്ചു. "അത് രാവിലെ ക്ലാസ്സിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വഴക്ക് പറഞ്ഞില്ലേ, അതിന് ഇക്ക എന്നോട് സോറി പറഞ്ഞു." സോറി പറഞ്ഞോ? നമ്മുടെ അഫിക്കയോ?" അർഷി വിശ്വസിക്കാനാവാതെ വായ് പൊത്തി. എന്നിട്ട് വേറെ ഒന്നും പറഞ്ഞില്ലേ?" "ഇല്ലടി, അത്രേ പറഞ്ഞുള്ളൂ. പക്ഷെ ആ ഒരു സോറി പറച്ചിലിൽ പുള്ളിയുടെ മനസ്സിലെ വിഷമം എനിക്ക് മനസ്സിലായി. എന്നോട് ഒട്ടും താല്പര്യമില്ലാതെയാണ് ഈ കല്യാണം കഴിച്ചതെന്ന് ഓർത്ത് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ന് ഇക്കാൻ്റെ കണ്ണുകളിൽ എനിക്ക് വേണ്ടിയുള്ള എന്തോ ഒന്ന് ഞാൻ കണ്ടു." ഫർസാന നെഞ്ചിൽ കൈവച്ച് ഒന്ന് പുഞ്ചിരിയോടെ പടച്ചോനോട് സ്തുതി പറഞ്ഞു. രാത്രി അഫ്സൽ കോളേജിലെ ജോലികളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഹാളിൻ്റെ ഒരു വശത്തു കൂടി നടക്കുമ്പോൾ ഉമ്മയും ഉപ്പയും ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടു. "നമ്മുടെ അഫ്സലിൻ്റെ ഭാഗ്യമാ ഫർസാന. ആ കുട്ടി ഈ വീട്ടിൽ വന്നതിൽ പിന്നെയാണ് വീടിനൊരു ഐശ്വര്യം വന്നത്. ഇന്ന് കോളേജ് വിട്ട് വന്നപ്പോൾ അവളുടെ മുഖത്തൊരു പ്രത്യേക സന്തോഷം കണ്ടു. അവൾ ചിരിച്ച് സംസാരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു," ഉപ്പ വലിയൊരു ആശ്വാസത്തോടെ പറഞ്ഞു. "അതേ ഇക്ക, എനിക്കും അത് തോന്നി. തുടക്കത്തിൽ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായെങ്കിലും 2 പേരും തമ്മിൽ നല്ലൊരു അടുപ്പം വരുന്നുണ്ട്. പടച്ചോൻ ഓർക്ക് സന്തോഷം നൽകട്ടെ," ഉമ്മയും ഒപ്പം ചേർന്നു. ഉമ്മയുടെയും ഉപ്പയുടെയും വാക്കുകൾ കേട്ടപ്പോൾ അഫ്സലിൻ്റെ ഉള്ളിൽ വലിയൊരു സന്തോഷം തോന്നി. കോളേജിൽ വെച്ച് താൻ പറഞ്ഞ ആ ഒരു സോറി അവളുടെ മുഖത്ത് അത്രയും വലിയ മാറ്റമുണ്ടാക്കിയെന്ന് അവൻ മനസ്സിലാക്കി.
അഫ്സൽ പതുക്കെ മുകളിലെ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ആ സമയം ഫർസാന ബെഡിൻ്റെ ഒരു വശത്തിരുന്ന് കോളേജിലെ ഏതോ പുസ്തകം ശ്രദ്ധയോടെ പഠിക്കുകയായിരുന്നു. അഫി വന്നത് അറിഞ്ഞിട്ടും അവൾ പെട്ടെന്ന് തലയുയർത്തി നോക്കിയില്ല. എങ്കിലും അവളുടെ ഹൃദയമിടിപ്പ് കൂടിയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് പഠിത്തമൊക്കെ അവസാനിപ്പിച്ച് ഫർസാന പുസ്തകം മടക്കി വെച്ചു. ഇനി കിടക്കേണ്ട സമയമാണ്. രാവിലെ അഫ്സൽ തന്നോട് ക്ഷമ ചോദിച്ചതുകൊണ്ട് ഫർസാനയുടെ മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അവൾ ഉള്ളിൽ വിചാരിച്ചു, ഇന്ന് ചിലപ്പോൾ ഇക്ക എന്നോട് താഴെ കിടക്കേണ്ട, കട്ടിലിൽ കയറി കിടന്നോളാൻ പറയുമായിരിക്കും. ഒരു പക്ഷേ എന്നോടുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറിക്കാണും. യഥാർത്ഥത്തിൽ അഫ്സലിൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്തയായിരുന്നു. അവൻ ഫോണിലേക്ക് നോക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൻ്റെ ശ്രദ്ധ മുഴുവൻ ഫസിലായിരുന്നു. അഫ്സൽ ഉള്ളിൽ വിചാരിച്ചു, ഞാനായിട്ടല്ലല്ലോ ഇവളോട് താഴെ കിടക്കാൻ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ അന്നു മുതൽ ഇവളായിട്ട് തന്നെയാണ് താഴെ പായ വിരിച്ച് കിടക്കാൻ തുടങ്ങിയത്. അങ്ങനെയെങ്കിൽ ഇവളായിട്ട് തന്നെ വന്ന് ഇവിടെ എൻ്റെ കൂടെ കിടക്കട്ടെ. അതുവരെ ഞാനായിട്ട് പറയില്ല. ഒരു ചെറിയ ഈഗോയും അതിലുപരി ഫർസാനയുടെ മനസ്സിലിരിപ്പ് അറിയാനുള്ള ആഗ്രഹവും അഫ്സലിനുണ്ടായിരുന്നു. അഫ്സൽ ഒന്നും പറയാതെ കട്ടിൽ കിടന്നു. അവളുടെ ആ പ്രതീക്ഷ തെറ്റിയ സങ്കടത്തോടെ ഫർസാന പതിവ് പോലെ താഴെ പായ വിരിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. പുറമെ രണ്ടുപേരും രണ്ടു വശത്താണെങ്കിലും ഇരുട്ടിൽ ആ മുറിക്കുള്ളിൽ രണ്ടുപേരുടെയും മനസ്സുകൾ പരസ്പരം ചിന്തിച്ചുകൊണ്ട് ഉണർന്നിരിക്കുകയായിരുന്നു. പഠിച്ചോനെ, ഈ കോന്തൻ്റെ സ്വഭാവം പിന്നെയും മാറിയോ? ഇതിൻ്റെ സ്വഭാവം ഓന്തിൻ്റെയാണോ ഇടയ്ക്കിടയ്ക്ക് മാറാൻ? ഫർസാന അങ്ങനെ മനസ്സിൽ വിചാരിച്ച് എപ്പോഴോ ഉറക്കിലേക്ക് വീഴുതി. പിറ്റേന്ന് രാവിലെ കോളേജ് അവധിയായതുകൊണ്ട് വീട് പതിവിലും ശാന്തമായിരുന്നു. എന്നാൽ അടുക്കളയിൽ ഉമ്മയും ഫർസാനയും നേരെ തന്നെ പണികളിൽ മുഴുകിയിരുന്നു. ഫർസാന ഉമ്മയെ സഹായിച്ച് ഓരോ പണികൾ ചെയ്യുമ്പോൾ അർഷി അടുക്കളയിലെ ഒരു കസാരയിലിരുന്ന് ഫോണിൽ തന്നെ നോക്കി ചിരിക്കുകയായിരുന്നു. അത് കണ്ടതും ഉമ്മയ്ക്ക് ദേഷ്യം വന്നു. അർഷി, നീ ഒന്ന് ആ ഫോൺ അവിടെ വെക്കുന്നുണ്ടോ? നേരം വെളുത്തത് മുതൽ തുടങ്ങിയതാ ആ ഫോണിലെ കുത്തിരിപ്പ്. നോക്ക്, നിന്റെ അതേ പ്രായം തന്നെയല്ലേ ഇവൾക്കും. കണ്ടു പഠിക്ക്. ഫസി രാവിലെ എഴുന്നേറ്റ് എൻ്റെ കൂടെ കൂടിക്കോളും. നിനക്കാണെങ്കിൽ ഒരു പണിയും ചെയ്യാനില്ലല്ലോ ഇവിടെ. വേഗം പോയി ആ തറയെങ്കിലും ഒന്ന് തുടക്കാൻ നോക്ക്. ഉമ്മ കയ്യിലെ തവിയോങ്ങി അർഷിയെ ചീത്ത പറഞ്ഞു. അർഷി ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് ഫോൺ മാറ്റിവെച്ചു. ഓ, ഇവൾ വന്നതിൽ പിന്നെ ഈ വീട്ടിൽ എനിക്ക് ഒരു വിലയുമില്ലാതായി. എല്ലാം എൻ്റെ വിധി എന്ന് പരിഭവിച്ചുകൊണ്ട് അവൾ പതുക്കെ അവിടെ നിന്നും വലിഞ്ഞു. അത് കണ്ട് ഫർസാനയും ഉമ്മയും ചിരിച്ചുപോയി. അടുക്കള പണികളെല്ലാം കഴിഞ്ഞയുടൻ ഫർസാന നേരെ പോയതിന് വീടിന് പുറകിലുള്ള ഉപ്പയുടെ കൃഷിയിടത്തിലേക്കാണ്. ഉപ്പ അവിടെ പച്ചക്കറി നടാനായി തടമെടുക്കുകയായിരുന്നു. ഉപ്പ, ഞാൻ സഹായിക്കണോ? ഫർസാന ചോദിച്ചു. വേണ്ട മോളെ, നിന്റെ കയ്യിലൊക്കെ മണ്ണാകും. ഉപ്പ സ്നേഹത്തോടെ വിലക്കാൻ നോക്കി. അതൊന്നും സാരമില്ല ഉപ്പ, എനിക്ക് കൃഷി ഭയങ്കര ഇഷ്ടമാ എന്നും പറഞ്ഞുകൊണ്ട് ഫർസാന വേഗം മണ്ണ് നീക്കാൻ തുടങ്ങി. തക്കാളിയുടെയും പച്ചമുളകിൻ്റെയും തൈകൾ ഓരോന്നായി അവൾ ഉപ്പയ്ക്ക് എടുത്തു നൽകി. ഉപ്പയും മരുമകളും ഒരുമിച്ച് ചിരിച്ചു സംസാരിച്ച് പച്ചക്കറി നടുന്നത് കണ്ട് അർഷിയും അങ്ങോട്ട് വന്നു. അവൾ വലിഞ്ഞുയർന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹോ, എന്തൊരു സ്നേഹം! പച്ചമുളകിന് പകരം മധുരമുള്ള മിഠായി ഉണ്ടാക്കുമെന്നാണ് തോന്നുന്നത്. ആ മുഖത്തെ സന്തോഷം കണ്ടില്ലേ? നീ ചുമ്മാതിരിയടി അർഷി. ഫസി കയ്യിലെ മണ്ണെടുത്ത് അവളുടെ നേരെ എറിയാനാഞ്ഞു. അർഷി ചിരിച്ചുകൊണ്ട് മാറി നിന്നു. ഉപ്പ അവരുടെ കുസൃതി കണ്ട് മനസ്സറിഞ്ഞ് ചിരിച്ചു. കൃഷിയിടത്തിലെ തമാശകളും ചിരികളും കേട്ടാണ് മുകളിലെ മുറിയിൽ നിന്ന് അഫ്സൽ ഉറക്കമുണർന്നത്. ജനലിലൂടെ താഴേക്ക് നോക്കിയപ്പോൾ മുറ്റത്ത് ഉപ്പയോടും അർഷിയോടും ഒപ്പം കൈകളിൽ മണ്ണ് പുരണ്ടു നിൽക്കുന്ന ഫർസാനയാണ് അവൻ കണ്ടത്. അവളുടെ ആ കളങ്കമില്ലാത്ത ചിരി അവൻ്റെ ഉള്ളിലേക്ക് ഒരു തണുപ്പായി പടർന്നു. അവൻ വേഗം താഴേക്ക് ഇറങ്ങിച്ചെന്നു.